മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വിശദീകരിച്ചത്. മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭാ യോഗം വ്യാപാരികൾക്ക് പ്രളയക്കെടുതിയിൽ നഷ്ടം നേരിട്ട വ്യാപാരികൾക്കടക്കം പുതിയ സഹായ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. 10,000 രൂപ ഏറ്റവും കുറഞ്ഞത് ലഭ്യമാവുന്ന രീതിയിലുള്ള സ്കീമുകളാണ് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെ വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപയുടെ പ്രഖ്യാപനമുണ്ട്. മറ്റ് വിവാദ വിഷയങ്ങളിലൊക്കെയുണ്ട് മറുപടി. CP ജോണിന്റെ പ്രസ്താവനയിൽ മന്ത്രി വിശദീകരിച്ചതുകൊണ്ട് ഇനി ആ വിവാദം അവസാനിപ്പിക്കാം. ഇതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം. ഇതിനു പുറമെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന പുതിയൊരു പദ്ധതി, ഒരു പുതിയ നീക്കമുണ്ടാകുമെന്ന പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി പൊളിച്ചെഴുതുന്ന ഒരു പുതിയ സംവിധാനം കൂടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത് സംബന്ധിച്ച പുതിയ നീക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കരുതാം. ശ്രീജിത്തിന് DGP പദവി നൽകിയതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിമർശനത്തിൽ നിലവിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നേരിടാത്ത വ്യക്തിക്ക് എന്തിന് വിജിലൻസ് ക്ലിയറൻസ് വേണമെന്നതാണ് ചോദ്യം. എന്തായാലും ഹൈക്കോടതിയുടെ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയ കാര്യം. DV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാവുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഉണ്ടായ ചില പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ മറുപടി? ഏറ്റവും വലിയ വിവാദമായി മാറിയത് മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയാണ്. കൊച്ചിയിലേക്കുള്ള യാത്ര സംസ്ഥാനം പ്രളയത്തിൽപ്പെടുമ്പോൾ സ്വകാര്യ ആവശ്യത്തിനായി മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് എന്തിന് യാത്ര നടത്തിയ ചോദ്യമാണ് കഴിഞ്ഞ 4-5 ദിവസമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനമായും ഉള്ളത്. രഹസ്യയാത്ര എന്ന് അദ്ദേഹം ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി എന്നാണ്. കൊച്ചിയിൽ ഇൻവെസ്റ്റർമാർ ഉണ്ടായിരുന്നു. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് അത്. അവരെ കാണാനായി കൊച്ചിയിലേക്ക് പോയി എന്നാണ് തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ CPM മറ്റും അതിൽ വലിയ വിമർശനവുമായി രംഗത്തു. എന്തിനാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു രഹസ്യ യാത്ര നടത്തുന്നത്? ഇൻവെസ്റ്റർമാർ ഉള്ളിടത്ത് മുഖ്യമന്ത്രിയാണോ പോകേണ്ടത്? ഇൻവെസ്റ്റർമാർ അദ്ദേഹം ഉള്ള സ്ഥലത്ത്, സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് സെക്രട്ടേറിയറ്റിലാണ്, നോർത്ത് ബ്ലോക്ക്, അവിടെ വന്ന് കാണുകയല്ലേ വേണ്ടത്? ചോദ്യമൊക്കെ CPM ഉയർത്തിയിരുന്നു. അതിൽ ഒരു ദുരൂഹത ആരോപിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറുപടിയിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞത് ഇൻവെസ്റ്റർമാരെ കാണാൻ വേണ്ടിയാണ് ഖജനാവിൽ നിന്ന് 1 രൂപ ചെലവില്ലാതെ കഴിഞ്ഞ സർക്കാർ വാങ്ങിയിട്ട ഹെലികോപ്റ്ററിൽ അവിടേക്ക് പോയത്. തൻ്റെ യാത്ര സ്വകാര്യമായിരുന്നില്ല, ഇൻവെസ്റ്റർമാർ സംസ്ഥാന താല്പര്യത്തിനു വേണ്ടി ഇൻവെസ്റ്റർമാരെ കാണാൻ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തോടെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ നേരത്തെ തന്നെ ക്ലാരിറ്റി വരുത്തിയ വിഷയമാണ്. വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു അബദ്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവിടെ അവരെ കണ്ടു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് കൊച്ചിയിൽ പോയി ഇൻവെസ്റ്റർമാരെ കണ്ടു എന്നായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, കൊച്ചി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പോയി അവരെ കണ്ടു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പറഞ്ഞ തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തേത്. കൊച്ചിയിൽ ഇൻവെസ്റ്റർമാരെ കാണാൻ പോയി തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് കൊച്ചിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് അവിടെ അവരെ കണ്ടു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനം മുഖ്യമന്ത്രി കാര്യമായി തന്നെ വിശദീകരിച്ചു. എല്ലാ സൗകര്യങ്ങളും ക്യാമ്പുകളിൽ ചെയ്തു നൽകിയിട്ടുണ്ട്. ഒരു പരാതിക്കും അടിസ്ഥാനമില്ല, ഒരു പരാതിയും ഉണ്ടാവുകയുമില്ല. എല്ലാ കാര്യങ്ങളും അവിടെ ആളുകൾക്ക്, ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ചെയ്തു നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമൊക്കെ വർദ്ധിപ്പിച്ച ധനസഹായത്തിൻ്റെ കാര്യവും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാന വിഷയങ്ങൾക്ക് മറുപടി അറിയാനാണ് ശ്രമിച്ചത്. പക്ഷേ ഹെലികോപ്റ്റർ യാത്രയിലടക്കം ആശയക്കുഴപ്പം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.